രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോസ്പിറ്റലുകളിലൊക്കെ ഇരുന്ന് നേരം കളഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഉണ്ണി പറഞ്ഞു ഉണ്ണിക്ക് വയ്യ, ക്ഷീണം, തളർച്ച, പനി വരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വാങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അന്നത്തെ ദിവസം ജോലിക്കൊന്നും പോയില്ല, നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ ബ്ലഡ് ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് റിസൾട്ടൊക്കെ കണ്ടതിന് ശേഷം കൃതാർത്ഥരായിട്ട് നേരെ ഉണ്ണിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചെറിയൊക്കെയാണ്, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ ഉണ്ണിക്ക് വിശന്ന് തുടങ്ങി. ഉണ്ണി ചോറും മീൻ വറുത്തതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടും പഴമാണ് കേട്ടോ. അമ്മയ്ക്ക് പുട്ടും പഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് കഴിച്ചു, പിന്നെ ചായയും കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിക്ക് അങ്ങോട്ട് തീരെ വയ്യാത്ത ഒരു പനി പോലെ വലിച്ചിലൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം ഇത് കൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അത് കുടിച്ചപ്പോൾ നന്നായി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് തുളസിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ലെമൺ ടീ ആണ് കേട്ടോ. അത് കുടിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അമ്മ ഇഞ്ചിയൊക്കെ ചതച്ച് തന്നു, അതിനകത്ത് ഇഞ്ചിയൊക്കെ ഇടും കേട്ടോ. അങ്ങനെ അത് ചൂടോടെ കുടിക്കുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വയ്യ പറഞ്ഞിട്ട് അവിടെ കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞു എണീച്ച് ചായ കുടിക്കൂ, എൻ്റെ ചായ കുടിച്ച് വെക്കൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതോ ഒരു സിനിമ കണ്ട ആളങ്ങനെ കിടക്കാണ്, ഫാനൊന്നും ഇടാനൊന്നും സമ്മതിച്ചില്ല, നല്ല തണുപ്പാണ്, പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആളതെടുത്ത് കുടിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഇതാണ് കേട്ടോ ഉണ്ണിയുടെ അമ്മ. അപ്പോൾ ഉണ്ണിയുടെ അമ്മ കേട്ടോ, ഞങ്ങൾ ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കണേന്ന് പറയുമ്പോൾ ആളിച്ചിരിക്കാൻ കേട്ടോ, ഒരേ കളറാണെന്ന് പറഞ്ഞ്. ഉണ്ണിയുടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ കൂടെ വീണ്ടും പോയി. അപ്പം അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. ആദ്യത്തെ ഹോസ്പിറ്റലിൽ പോയ പോലെ ആയിരുന്നില്ല, ഇവിടെ വെയിറ്റ് ചെയ്ത് ഒരു വഴിയായിരുന്നു. എന്തിനാ വിളിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ 3-4 പ്രാവശ്യം പോയി നഴ്സിനോട് ചോദിക്കുകയും ചെയ്തു. അവസാനം ഞങ്ങൾ അവിടെ ഇരുന്ന് വേര് മുളച്ച് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് അങ്ങനെ ഏകദേശം രാത്രിയായി. ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ കയറി കിടന്നുറങ്ങി. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.